G42. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് യേനപ്പോയ മെൻസ് ഹോസ്റ്റൽ റൂം ടൂറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമ്മൾ 6 പേര് വരുന്ന റൂമാണ്. ഇപ്പോൾ റൂമിൽ ഞാനും അവിടെ ഇരിക്കുന്ന നമ്മുടെ അജിത്തും നടന്നു വരുന്ന അഭിജിത്തും ആണുള്ളത്. നമ്മൾ 3 പേരാണുള്ളത്. ജുനൈദും ഫസിയും തുഫയിലും പുറത്ത് പോയിട്ടാണുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ റൂമിലെ വാതിൽ. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മളെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള മിററുണ്ട്. ഇതേ ഞാനാണത്. അതിൻ്റെ സൈഡിലായിട്ട് 4 അലമാര വരുന്നുണ്ട്. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള 4 അലമാര വരുന്നുണ്ട്. തുടക്കത്തിലുള്ള എൻ്റെതാണ്, രണ്ടാമതുള്ള അഭിജിത്തിൻ്റെ ആണ്, മൂന്നാമതുള്ള അജിത്തിൻ്റെ ആണ്, നാലാമതുള്ള ജുനൈദിൻ്റെ ആണ്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് 2 ബെഡ് കാണാം. അടിയിലത്തെ ബെഡിൽ അജിത്തും മുകളിലത്തെ ബെഡിൽ അഭിജിത്തും ആണ് കിടക്കാറ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പം കാണുന്ന ആ ഒരു ഇതില്ലേ ബെഡ്, ആ മുകളിലുള്ള ബെഡ്, ഇപ്പം കാണുന്ന ആ ഒരു ബെഡ് എൻ്റെതാണ്. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നമ്മളൊന്നും വൃത്തിയിലാക്കി വെച്ചില്ല. അതിന് താഴെയുള്ള ബെഡ് ഫസിയുടെ ബെഡാണ്. അത് കഴിഞ്ഞാൽ തന്നെ സൈഡിൽ നമുക്ക് 2 ടേബിൾ വരുന്നുണ്ട്. നമുക്ക് എഴുതാൻ പഠിക്കാനൊക്കെ ഉള്ള ആവശ്യത്തിലുള്ള എല്ലാ അലങ്കോലയൊക്കെ കിടക്കുകയാണ്. കുപ്പിയുണ്ട്, ബ്രഷുണ്ട്, മഗ്ഗുണ്ട്, പിന്നെ പ്ലേറ്റ് ഉണ്ട്, ബുക്കുണ്ട്, ഓയിലുണ്ട്, എല്ലാ സംഭവമുണ്ട്. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ തുഫേലിൻ്റെ ബെഡ്, ഇപ്പോൾ കാണുന്നത് അടിയിലുള്ള ബെഡ് ജുനൈദിൻ്റെ ബെഡാണ്. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് കയറി വന്ന പാട് തന്നെ നമ്മുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള നമ്മുടെ യേനപ്പോയയിലെ ഇതാണെന്ന് പറയുമ്പോൾ യേനപ്പോയയിലെ റെയിൻ ഹാർവെസ്റ്റിംഗ് പോണ്ടാണ്. അപ്പോൾ നമ്മുടെ കോളേജിലേക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മെയിനായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും.